അങ്ങനെ സിഡ്നി ഹാർബർ ബ്രിഡ്ജൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഓപ്ര ഹൗസ് കാണാൻ വേണ്ടി നടക്കുവാണ്. ഇതിന്റെ റിയൽ ബ്യൂട്ടി ആസ്വദിക്കണേല് ദേ ഇതുപോലെ ദൂരെ നിന്ന് നോക്കണം. അബോർജിനൽ എന്ന വിഭാഗത്തിലെ ആൾക്കാരാണ് ഓസ്ട്രേലിയയുടെ യഥാർത്ഥ അവകാശികൾ എന്ന് വേണേൽ പറയാം. പിന്നെ ദേ ഈ പുള്ളിയുടെ കുറച്ച് പരിപാടിയും കണ്ടു തന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ളവരുടെ പെർഫോമൻസ് ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതിന്റെ ട്രിക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര പോപ്പുലർ ആണല്ലോ. ആൾക്കാർ ടിപ്സ് കൊടുക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്, പുള്ളി എന്തോ കോട്ട്സ് ഒക്കെ കൊടുക്കുന്നുമുണ്ട്. ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. പലതരം ആൾക്കാർ നിറത്തിലും ഭാഷയിലും കൾച്ചറിലും ഒക്കെ വ്യത്യസ്തരായി. ഈ കാണുന്ന ട്രീ ജക്രാൻഡ എന്നാണ് വിളിക്കുന്നത്. സിഡ്നിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു അപ്പച്ചൻ തത്വമയമായി നിൽക്കുന്നുണ്ട്. എല്ലാവരും എടുത്തു വെച്ച് ഫോട്ടോസിന് പോസൊക്കെ ചെയ്യുന്നുണ്ട്. പുള്ളിയാണെങ്കിൽ ആരോടും ക്യാഷ് ചോദിക്കുന്നുമില്ല, ചിലരൊക്കെ കൊടുക്കുന്നുമുണ്ട്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബേർഡാണ് കേട്ടോ. പുള്ളി ഇടയ്ക്ക് ചെറിയ ട്രീറ്റ്സും കൊടുക്കുന്നുണ്ട്. ഇസയുവയും ചെറിയൊരു പേടിയോടെയാണ് ഇരുന്ന് നോക്കുന്നത്. ഇടയ്ക്ക് ലഞ്ച് കഴിക്കാൻ ഓപ്ര ഹൗസിന് അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ തന്നെ കയറി. അങ്ങനെ ഞങ്ങൾ ഫുഡിന് വെയിറ്റ് ചെയ്യുവാണ്. ഇവിടെ ഒരാൾക്കാണെങ്കിൽ ബോർ അടിച്ചു തുടങ്ങി. കിഡ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ് ഒരു ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറഞ്ഞ മെനു ഉണ്ടായിരുന്നു. അത് പിള്ളേർക്ക് മേടിച്ചു. പിന്നെ ബീഫ് ആൻഡ് ചിക്കൻ ബർഗർ, അങ്ങനെ എന്തൊക്കെയോ അലുക്കുലത്തുകൾ മേടിച്ചു കഴിച്ചു. ഇവിടെ ഫ്രൈസിന് ചിപ്സ് എന്നാണ് പറയുന്നത്. ദൂരെ ഓപ്ര ഹൗസും ഹാർബർ ബ്രിഡ്ജും ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം. നല്ലൊരു വൈബാണ്. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത് ഓപ്ര ഹൗസിനടുത്തെത്തി. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാവേ. സ്റ്റേ ട്യൂൺഡ്.